ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഡി മണി തിരുവനന്തപുരത്ത് എത്തിയതായി പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. പത്മനാഭ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചെന്നും സൂചന. മണിയെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യാൻ ഒരുങ്ങി അന്വേഷണ സംഘം. അതേസമയം സ്വർണ്ണ കവർച്ചയിൽ തൊണ്ടി മുതൽ കണ്ടെത്താൻ നീക്കം ആരംഭിച്ച SIT പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരി ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിഗ്രഹങ്ങൾ കടത്തിയ ഡി മണി മുൻപ് തിരുവനന്തപുരത്ത് എത്തിയതായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുകയും നിരവധി പേരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. മണിയുടെ ഇടപാടുകളിൽ ദുരൂഹതയുള്ളതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മണി ഉപയോഗിക്കുന്ന 3 സിം കാർഡുകളും മറ്റു പലരുടെയും പേരിലാണ്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും ഇല്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി മണിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ തമിഴ്നാട് പോലീസിൽ അന്വേഷണ സംഘത്തിന് വിശ്വാസമില്ല. അതിനാൽ ഡിണ്ടിക്കിൽ വെച്ച് ചോദ്യം ചെയ്യാനാവില്ല. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യാനാണ് നീക്കം. മണിയുടെ അന്താരാഷ്ട്ര ഇടപാടുകൾ കണ്ടെത്തുന്നതിനായി ബാങ്ക് രേഖകളടക്കം പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ബെല്ലാരി ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായിട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.